ഇന്ന് ഉച്ചയ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് പയറുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. കുറച്ച് മുരിങ്ങക്കായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കറിയൊന്നും വെക്കുന്നില്ല. ഇന്നത്തെ രസം ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറി വെക്കുന്നില്ല. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളിയായിട്ട് ചതച്ച് വെച്ചു ഉരുളക്കിഴങ്ങിന് വേണ്ടിയിട്ട്. മുരിങ്ങക്കായിന് കുറച്ച് വെളുത്തുള്ളി മാത്രം ചതച്ചെടുക്കുക. ചീഞ്ചട്ടി വയ്ക്കുക. കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ചതച്ചതിട്ടു. മുരിങ്ങക്കായിന് വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട്. നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് മുളക് പൊടി ഇടാം. കുറച്ച് പയറുള്ള കാരണം ഞാൻ കുറച്ച് മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. രാവിലത്തെ ഞാൻ ദോശയും ചട്നിയാണ്. അപ്പോൾ രാവിലത്തെ കുറച്ച് ചായയും ബാക്കിയുണ്ട്. ഞാൻ ഈ ഉപ്പേരി പൊരിച്ച ശേഷം നമുക്ക് കുറച്ച് ചായയും ഒരു പഴവും നേന്ത്രപ്പഴവും കൂടെ കഴിക്കുക. പയറും ഉരുളക്കിഴങ്ങുമായിട്ട് വേകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുരിങ്ങക്കായും വേകാൻ വെച്ചിരിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടിലേക്കായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായും പിന്നെ പയറും ഒക്കെ കുറച്ചുള്ള കാരണം ഞാൻ രണ്ടും കൂടെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം. വേകുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചാൽ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും പച്ചക്കറി കൊണ്ടുവന്നു. ഏട്ടൻ പച്ചക്കറിയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഊണ് കഴിക്കാനും സമയമായി. ഉപ്പേരിയൊക്കെ നന്നായി പൊരിഞ്ഞ ശേഷം പിന്നെ ചോറ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. നല്ല മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മൂടാപ്പും ഒക്കെ ഉണ്ട്. ഉപ്പേരിയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞെടുത്തു. അപ്പം ഇന്നലത്തെ രസം നമുക്ക് ചൂടാക്കി എടുക്കാം. അടച്ചു വെച്ചു. നമുക്ക് രസം ചൂടാക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുത്താൽ. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, പുറത്താണ് വെച്ചത്. പരിപ്പൊന്നും ഇട്ടിട്ടില്ല. സാധാ കുരുമുളക് രസമാണ് വെച്ചത്. മുരിങ്ങക്കായും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മുരിങ്ങക്കായും ഇറക്കി വെച്ച ശേഷം നമുക്ക് ചായ ഒന്ന് ചൂടാക്കാം. ഞാൻ കുറച്ചായിട്ട് ഊണ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ ചായ ബാക്കിയുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കുക. രസം നന്നായിട്ടൊന്ന് എടുക്കുക. ഒന്ന് അടച്ചു വെച്ച് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ മഴയുണ്ടോ? മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ചായയൊക്കെ ഞാൻ എടുത്തു. ഒരു നേന്ത്രപ്പഴവും കഴിച്ചിട്ട് ഞാനൊരു 2:30 മണിക്ക് ഊണ് കഴിക്കുള്ളൂ. അപ്പോൾ പഴമൊക്കെ ഞാൻ തൊലിച്ചു കഴിച്ചു. ചായയും കുടിച്ചു. അപ്പോഴേക്കും ഏട്ടന് ചോറ് കൊടുക്കാൻ സമയമായപ്പോൾ ചോറൊക്കെ വിളമ്പാം എന്ന് വെച്ചിട്ട് ചോറൊക്കെ എടുത്തു. കിണ്ണം എടുത്തു, ചോറെടുത്തു, ഉപ്പേരിയൊക്കെ എടുത്തു. മുരിങ്ങക്കായൻ്റെ ആ വെള്ളം എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് അത് മാറ്റി വെച്ചു. അപ്പോൾ നല്ലോണം വെള്ളം വറ്റിക്കാണ്ട് നമ്മൾ മുരിങ്ങക്കായും ഉപ്പേരി പൊരിച്ചും എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അതിൽ തന്നെ ചോറിട്ട് കഴിക്കാൻ സൂപ്പറായിട്ടുണ്ടാകും. അപ്പോൾ ചോറ് ചൂടോട് കൂടിയിട്ടുള്ള ചോറും എടുത്തു. രസവും എടുത്തു. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല തിളപ്പിച്ച കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ ഏട്ടന് ചോറ് കൊടുക്കാൻ വെച്ചിട്ട് കൊടുത്ത ശേഷം ഞാൻ ചായയും കുടിക്കാം. ചോറൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോഴേക്കും ഏട്ടൻ്റെ അടിയിലത്തെ വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല മഴയുണ്ടല്ലോ, ആ കാരണം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ കൊണ്ട് വെച്ചു. പിന്നെ ജനലിൽ കൂടെ ഒക്കെ എല്ലാം റെഡിയായി ഒക്കെ ഒതുക്കി വെച്ച ശേഷം നമുക്ക് മഴ കണ്ടില്ലേ നന്നായിട്ടൊന്ന് ഇപ്പോൾ 2 3 ദിവസമായിട്ട് നല്ലൊരു മഴ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.